സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എത്ര വയസ്സുവരെയാണ്? ഉത്തരം 14 വയസ്സ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 14 വയസ്സുവരെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗമേത്? ഉത്തരം ഗൗട്ട്. ഗൗട്ടാണ് സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുള്ള ഉണ്ടാകുന്ന രോഗം. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? ഉത്തരം അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ ആണ് നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. ഉത്തര മഹാസമതലത്തിൽ പരക്കെ കാണപ്പെടുന്ന മണ്ണിനമേത്? ഉത്തരം എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഉത്തര മഹാസമതലത്തിൽ പരക്കെ കാണപ്പെടുന്ന മണ്ണിനം. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം പഴശ്ശിരാജയെ. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജയെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് റാഡ്ക്ലിഫ് രേഖ എന്ന് പറയുന്നു. ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഉത്തരം ഗംഗ. ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത്. തോൽവിറക് സമരം നടന്നത് ഏതു ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമേത്? ഉത്തരം ബംഗാൾ. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? ഉത്തരം 44. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 44 നദികളാണ് കേരളത്തിലുള്ളത്. തന്നിരിക്കുന്നവയിൽ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമേത്? ഉത്തരം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. താഴെ തന്നിരിക്കുന്നവയിൽ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്.